സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം രാവിലെ 11 മണിക്കാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓഫീസ്, പുതിയ മുഖം. ഇതാണിപ്പോൾ ബിജെപി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സ്ഥിതി. എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുഖം മിനുക്കിയുള്ള പോരാട്ടത്തിനായിരിക്കും ബിജെപി തയ്യാറെടുക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തക കൺവെൻഷനിലും സംസ്ഥാന നേതൃയോഗത്തിലും അമിത് ഷാ പങ്കെടുക്കും. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് വാർഡ് തല സംഗമം നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ വാർഡ് നേതാക്കളുടെ യോഗമാണ്. 25,000-ഓളം പ്രവർത്തകർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും, പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. മറ്റ് ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് സമിതികളുടെ പ്രതിനിധികളുമായിരിക്കും പുത്തരിക്കണ്ടം മൈതാനത്തെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അമിത്ഷാ കേരളത്തിലെത്തുന്നത് രാഷ്ട്രീയമായി സുപ്രധാനമാണ്. പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതോടെ പാർട്ടിയിൽ ഭിന്നതയും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി അരുൺ ചേരുകയാണ്. അരുൺ, സംസ്ഥാന കമ്മിറ്റി ഉദ്ഘാടനത്തിന് അമിത്ഷാ എത്തിയ അതേ ദിവസം തന്നെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷേ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു പക്ഷത്തിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന കാര്യം പാർട്ടിയിൽ ഒരു ചർച്ചാ വിഷയമാണല്ലോ. പുറത്തേക്ക് പരസ്യമായി വന്നിട്ടില്ല എങ്കിൽ പോലും. പക്ഷേ പട്ടിക പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണമായും അധികാരം കൊടുത്തിരിക്കുകയാണല്ലോ ബിജെപി കേന്ദ്ര നേതൃത്വം. ഒരു ഇടപെടലും ഇല്ലാതെ മുന്നോട്ട് പോകുവാനുള്ള വ്യക്തമായ സന്ദേശം. തീർച്ചയായിട്ടും ഒരു പുതിയ ടീമാണ് ബി ജെ പിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ വരുന്നത്. എം ടി രമേശിനെ പോലെയും ശോഭാ സുരേന്ദ്രനെ പോലെയുമുള്ള പ്രധാനപ്പെട്ട മുൻ നേതാക്കൾ, പഴയ നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും ഒരു പുതിയ ടീം, അക്ഷരാർത്ഥത്തിൽ പുതിയ ടീം തന്നെ ബി ജെ പിയിലേക്ക് വരുന്നു. അവിടെ മഞ്ജു സൂചിപ്പിച്ച പോലെ ഒരു വിമർശനവും സ്വാഭാവികമായി ഉയർന്നു വരും. കാരണം ഭാരവാഹികളിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക നേതാവിനൊപ്പം നിന്ന ആളുകളുടെ പേര് എന്നൊരു വിമർശനമുണ്ട്. പി കെ കൃഷ്ണദാസിനൊപ്പം നിന്ന ആളുകൾക്ക് മാത്രം പരിഗണന കിട്ടിയെന്നൊരു വിമർശനം ബി ജെ പിയിൽ ശക്തമായുണ്ട്. ഏതായാലും അത് ഈ അമിത്ഷാ വരുന്ന യോഗത്തിന് ശേഷമുള്ള സ്വാഭാവികമായ രാഷ്ട്രീയ സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയാകും അത്തരം വിമർശനങ്ങൾ ഉയർന്നത്. പക്ഷേ അത്ര എളുപ്പമല്ല ആ ഒരു പരസ്യ വിമർശനവുമായി നേതാക്കൾക്ക് രംഗത്ത് വരാൻ. കാരണം ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഒരു ടീം, പുതിയൊരു ടീം ബി ജെ പി ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമുള്ള ഒരു ടീം തന്നെയാണ് ബി ജെ പിയിൽ വന്നിരിക്കുന്നത് വ്യക്തമാണ്. അവിടെ പല പ്രധാനികൾക്കും അവസരം നഷ്ടപ്പെട്ടു എന്ന പരാതികളുണ്ട്. പല പ്രധാനികൾക്കും മാറി നിൽക്കേണ്ടി വന്നു എന്ന പ്രശ്നമുണ്ട്. പി കെ കൃഷ്ണദാസിനെ കഴിഞ്ഞ കുറേ ടൈമുകളായത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ ക്ഷീണമായിരുന്നു ബി ജെ പി സംഘടനാ സംവിധാനങ്ങളിലുള്ള. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ ശക്തി തിരിച്ചുപിടിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ശേഷം പി കെ കൃഷ്ണദാസ് ബി ജെ പിയിൽ ഏറ്റവും ശക്തനായ നേതാക്കളുടെ ഒരാളായി മാറുകയാണ്. അതിന്റെ സൂചനയാണ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം ഈ പുതിയ ഭാരവാഹി പട്ടികയിലൊക്കെ ലഭിച്ചത്. അതിന് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാമെന്ന് കരുതുന്നു. ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് പുതിയൊരു ആസ്ഥാനം വരുമ്പോൾ പി കെ കൃഷ്ണദാസ് ദീർഘകാലം ഈ പഴയ ഓഫീസിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പഴയ ഓർമ്മകളും ഒക്കെ കാണും. ഏതായാലും ബി ജെ പി ഒരു പുതിയൊരു ആസ്ഥാന മന്ദിരത്തിലേക്ക് പോവുകയാണ്. അങ്ങ് പ്രസിഡന്റായിരിക്കും പഴയ ഓഫീസ്, നമുക്ക് അറിയാം പഴയ ഓഫീസ്. അത് മാറി വലിയ മാറ്റം മൊത്തത്തിൽ ബി ജെ പി മാറുകയാണ്. അതെ, സ്വാഭാവികമായിട്ടും ബി ജെ പി വളരെ